ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ ദിസ് ഈസ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ടുഡേ സെഷൻ. ആഫ്റ്റർ ദിസ് സെഷൻ you will able to stand, write and write about investigational new drug application. So എന്താണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ? കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ജസ്റ്റ് ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്നുള്ളത്. ഒരു ക്ലിനിക്കൽ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഹ്യൂമൻ സബ്ജക്റ്റിൽ നമ്മളൊരു സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് റെഗുലേറ്ററി അതോറിറ്റീസിന് നമ്മൾ പ്രീ ക്ലിനിക്കൽ ഡാറ്റ, അനിമൽ സ്റ്റഡീസിന്റെ ഡാറ്റ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആൻ അപ്ലിക്കേഷൻ ബൈ വിച്ച് എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഓർ സ്പോൺസർ ഹു ആർ പെർഫോമിംഗ് ദ ക്ലിനിക്കൽ ട്രയൽ ഹു ക്യാൻ formally request to the regulatory authority of the country such as FDA in USA, CDSCO in India to obtain permission for initiation of the clinical trial on human subject and to ship an experimental drug across the state line, usually for a clinical investigation after a successful completion of preclinical or animal research or animal study. So പറഞ്ഞ പോലെ തന്നെ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി പ്രീ ക്ലിനിക്കൽ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രഗ്, അല്ലെങ്കിൽ ഓൾറെഡി ക്ലിനിക്കൽ ട്രയൽ ഒരു സ്ഥലത്തോ അതാത് കൺട്രിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കൺട്രിയിൽ അനിമൽ സ്റ്റഡി നടത്തിയ ഡ്രഗ്. ഓക്കെ, രണ്ട് പർപ്പസിനാണ് നമ്മൾ ചെയ്യുക. ആ കൺട്രിയിൽ തന്നെ അനിമൽ സ്റ്റഡി നടത്തിയ ഡ്രഗ് അവിടെ തന്നെ ഹ്യൂമൻ സബ്ജക്റ്റിൽ ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, വേറൊരു കൺട്രിയിൽ അനിമൽ സ്റ്റഡി നടത്തിയിട്ടുള്ള ഡ്രഗ് വേറൊരു രാജ്യത്ത് ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുന്ന അപ്ലിക്കേഷന്റെ പേരാണ് IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയി മനസ്സിലാക്കുക. ആരാണ് കൊടുക്കുന്നത്, ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ആരാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ റെഗുലേറ്ററി അഫയർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ആർക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു ചെയ്യുന്ന സമയത്ത് റെഗുലേറ്ററി അതോറിറ്റീസ് ഓഫ് റെസ്പെക്റ്റീവ് കൺട്രി. ഓക്കെ, അതാണ് കൊടുക്കുന്നത്. സോ ഈ ഒരു അപ്ലിക്കേഷന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് ഡാറ്റ ഷോയിങ് ദാറ്റ് it is reasonable to start the beginning of the test of a new drug on human with the data of safety and efficacy proved in the preclinical study. ഈ സ്റ്റഡി അല്ലെങ്കിൽ ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് തന്നെ ഹ്യൂമൻ സബ്ജക്റ്റിൽ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് ഞാൻ നടത്തിയിട്ടുള്ള പ്രീ ക്ലിനിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ അനിമൽ സ്റ്റഡിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം ദാറ്റ് ഈസ് സേഫ് ആൻഡ് എഫിക്കസ്. രണ്ട് കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സേഫ്റ്റി ഉണ്ടാവണം, എഫിക്കസി ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു സാധനം മാത്രമേ ക്ലിനിക്കൽ ട്രയലിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ പാടില്ല. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ കിട്ടൂല എന്ന് മനസ്സിലാക്കി. ഓക്കെ, so it can be also defined as it is a vehicle through which a sponsor advances to the next stage of drug development known as clinical trial. പ്രീ ക്ലിനിക്കൽ സ്റ്റഡി നടത്തി ഒരു അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രയലിലോട്ട് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ചെറിയ സ്റ്റഡി അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഇറ്റ് മീൻസ് ത്രൂ വിച്ച് ദ സ്പോൺസർ ടെക്നിക്കലി ഒബ്റ്റെയിൻ this exception from the FDA to start the medicine in the clinical setup. ക്ലിനിക്കൽ ട്രയൽ മാത്രമേ അതിന് മാത്രമുള്ള പെർമിഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ ഒരിക്കലും മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള പെർമിഷൻ അല്ല കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന് സീക്ക് ചെയ്യല്ല ചെയ്യുന്നത്. ഒരു ക്ലിനിക്കൽ സെറ്റപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ phase 1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 20 to 80 നമ്പേഴ്സ് ഓഫ് വളണ്ടിയർ ആയിട്ടുള്ള ഹെൽത്തി വളണ്ടിയേഴ്സിലാണ് ചെയ്യുന്നത്. ഈ ആൾക്കാരെ നമ്മൾ ആ ഒരു ക്ലിനിക്കൽ സെറ്റപ്പിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടെ അവർക്കുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുത്ത് അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ക്ലിനിക്കൽ ട്രയൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രത്തോളം കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയിൽ മാത്രമേ ഈ ഒരു പ്രൊസീജിയർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതല്ലാതെ നേരെ വലിയൊരു മാർക്കറ്റിൽ വലിയൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ അല്ലെങ്കിൽ മൾട്ടി സെന്റേർഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിലൊന്നും അതൊരു കാരണവശാലും IND അപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
ഡ്രഗ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസുകളാണ്. നമ്മൾ ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇവിടെ ഡ്രഗ് ഡിസ്കവറി കഴിഞ്ഞു, ടാർഗറ്റ് വാലിഡേഷൻ കഴിഞ്ഞു, പ്രീ ക്ലിനിക്കൽ അല്ലെങ്കിൽ അനിമൽ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള IND അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അത് കിട്ടിക്കഴിയുന്ന സമയത്താണ് നമുക്ക് ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസിൽ എന്തൊക്കെയാണ് നടത്തുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡിഫറെന്റ് അപ്ലിക്കേഷനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ അപ്ലിക്കേഷൻ ആണ് IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ക്ലിനിക്കൽ ട്രയൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത അപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ വാട്ട് ആർ ദ ഡാറ്റ ദാറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ്? IND അപ്ലിക്കേഷനിൽ എന്തൊക്കെ രീതിയിലുള്ള ഡാറ്റയാണ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടത്? IND അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡാറ്റാസ് എന്തൊക്കെയാണ്? സോ അനിമൽ സ്റ്റഡി ഡാറ്റ, എന്താണ് അനിമൽ സ്റ്റഡി ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ടോക്സിസിറ്റി ഡാറ്റ. അപ്പോൾ അനിമൽ സ്റ്റഡീസിൽ നമ്മൾ എന്തൊക്കെയാണ് നോൺ ഫാർമക്കോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുക എന്നുള്ളത്. ഫാർമക്കോ കൈനറ്റിക്, ഫാർമക്കോ ഡൈനാമിക് ഡാറ്റാസുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡാറ്റ ഒക്കെ, ഡ്രഗിന്റെ ആ ഡാറ്റ ഒക്കെ നമുക്ക് കിട്ടാനുണ്ട്. അത് കിട്ടുന്നതിന് കൂടെ ടോക്സിസിറ്റി സ്റ്റഡി നടത്തുന്നുണ്ട്. അതിൽ അക്യൂട്ട് ടോക്സിസിറ്റിയും ക്രോണിക് ടോക്സിസിറ്റി സ്റ്റഡി നടത്തുന്നുണ്ട്. അതിന്റെ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യണം. സെക്കൻഡ് വൺ, മാനുഫാക്ചറിങ് ഇൻഫർമേഷൻ. അപ്പോൾ വി ഷുഡ് ഗിവ് അപ്രോപ്രിയേറ്റ് ഡാറ്റ അബൌട്ട് ദ റിസർച്ച് ലബോറട്ടറി, ഹൂ ഈസ് ദ സ്പോൺസർ, ഏതാണ് ഫോം, അവരുടെ അഡ്രസ് എന്താണ്, ഓഫീസ് എവിടെയാണ്, ആരാണ് ലൈസൻസ്ഡ് ആയിട്ടുള്ള അതോറിറ്റി, ഈ ആരാണ് ഫിനാൻസ് അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റയും നിർബന്ധമായിട്ടുണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് തിങ്. Now, most important thing is clinical protocol or study plan for the study to be conducted in human. ഇതില്ലാതെ ഒരു കാരണവശാലും IND അപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യില്ല. അനിമൽ ഡാറ്റ വെച്ചിട്ട് ഒരു ഡ്രഗ് സേഫ് ആണ്, എഫിക്കസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ പറയാണ്, ഇത്ര വളണ്ടിയേഴ്സിൽ അതിൽ ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്നുണ്ട്, അതിൽ ഇത്ര ആൾക്കാർ മെയിൽ ആയിരിക്കണം, ഇത്ര ആൾക്കാർ ഫീമെയിൽ ആയിരിക്കണം, ഇത്ര വെയിറ്റ് ഉള്ള ആൾക്കാരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഇന്ന അസുഖങ്ങളുള്ള ആൾക്കാരെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം, ഇന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ അതിലോട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ കുറെ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയയും എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയയും ഒക്കെ നമ്മൾ വെച്ച് ഏത് ഡിസൈനിലാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്, റാൻഡം ആയിട്ടാണോ, ബ്ലൈൻഡ് മോഡലായിട്ടാണോ, അങ്ങനെ പല രീതിയിലുള്ള മോഡലുകൾ ഉണ്ട്. അപ്പോൾ അത് ഏത് മോഡലാണ് സ്റ്റഡി നടത്തുന്നത്, ഏതൊക്കെ രീതിയിലുള്ള സ്റ്റഡികളാണ് നടത്തുക, ഏത് റൂട്ടിലാണ് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുക, എത്ര സമയമാണ് അതിന്റെ വാഷ് ഔട്ട് പീരീഡ്, എത്ര സമയം കൊണ്ടാണ് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുക, അതിന് എങ്ങനെയാണ് ഡ്രഗ് കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യുക, ഇതുപോലെയുള്ള എല്ലാ കംപ്ലീറ്റ് പ്രൊസീജിയറും ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനത്തിനെ പറയുന്നതാണ് ക്ലിനിക്കൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സ്റ്റഡി നടക്കുന്നതിന് മുന്നേ തന്നെ, ഹ്യൂമൻ സബ്ജക്റ്റിൽ സ്റ്റഡി നടക്കുന്നതിന് മുന്നേ തന്നെ ഹ്യൂമൻ സബ്ജക്റ്റിൽ എങ്ങനെയാണ് സ്റ്റഡി നടക്കാൻ പോകുന്നതിന്റെ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന്റെ കൂടെ വൈ ഡു വി ഹാവ് ടു ഡു ക്ലിനിക്കൽ ട്രയൽ? ഇപ്പോൾ ചില ഡ്രഗ്സുകൾ ഓൾറെഡി ആ ഡ്രഗിന്റെ സെയിം ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിന്റെ വേറെ ഡോസേജ് ഫോമിൽ ക്ലിനിക്കൽ ട്രയൽ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ടാവാം. ഇനി നമ്മൾ ഈ സമയത്ത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് പുതിയൊരു ഡോസേജ് ഫോമാണ്. സപ്പോസ് ഒരാള് ഓൾറെഡി ഡാറ്റ കളക്ട് ചെയ്ത് എന്ന് വിചാരിക്കുക, ഒരാൾ ഡാറ്റ കളക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ള സമയത്ത് അയാൾ ടാബ്ലറ്റിലാണ് മാനുഫാക്ചറിങ് നടത്തി ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്ത് ക്ലിനിക്കൽ ട്രയൽ ഫിനിഷ് ചെയ്ത് അതിന്റെ ഡാറ്റ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതേ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിന്റെ റിസർച്ച് നടത്തിയിട്ട് ഞാൻ അതിന്റെ പുതിയൊരു ഫോർമുലേഷനാണ് കണ്ടെത്തിയത്, പാരൻട്രലോ അതല്ലാന്നുണ്ടെങ്കിൽ സിറപ്പോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡോസേജ് ഫോമാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ക്ലിനിക്കൽ ഡാറ്റ, ഹ്യൂമൻ സബ്ജക്റ്റിൽ നടത്തിയിട്ടുള്ള ഡാറ്റ ഞാൻ ഈ ഒരു എൻ്റെ IND അപ്ലിക്കേഷനിൽ ഞാൻ അത് അപ്ലൈ ചെയ്യും. സെയിം ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിന്റെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ക്ലിനിക്കൽ ഡാറ്റ നമ്മൾ നിർബന്ധമായിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻവെസ്റ്റിഗേറ്റർ. ചില സമയങ്ങളിൽ റിസർച്ച് സെന്ററിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഫേമിന് സ്വന്തമായിട്ട് R&D ഡിപ്പാർട്ട്മെന്റും F&D ഡിപ്പാർട്ട്മെന്റേ ഉണ്ടാവുള്ളൂ. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും ഫോർമുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റേ ഉണ്ടാവുള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ ക്ലിനിക്കൽ സെറ്റപ്പ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല.
ക്ലിനിക്കൽ ട്രയൽ നടത്താനുള്ള ഫെസിലിറ്റി ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കോ ആ ഫേമിനോ ആ സ്പോൺസർക്കോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ചിലപ്പോൾ എന്ത് സംഭവിക്കും, ഈ ക്ലിനിക്കൽ ട്രയൽ നടത്താൻ വേണ്ടിയിട്ട് വേറൊരു ഫേമിന്, വേറൊരു ഇൻവെസ്റ്റിഗേറ്റർക്കായിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആർക്കാണോ ആ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി കൊടുത്തിരിക്കുന്നത് അവരുടെ ഇൻഫർമേഷൻസുകൾ നമ്മൾ കൊടുക്കും. if required additional data to be added. ഇതിനെക്കാളും കൂടാതെ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ സ്റ്റഡിയുമായിട്ട് റെലവെന്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഡാറ്റാസുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, നൗ കമ്മിങ് ടു ദ അപ്രൂവൽ പ്രോസസ്. അപ്രൂവൽ പ്രോസസ്സ് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ IND അപ്ലിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിക്ക് കൊടുക്കും. Regulatory authority have their own review process for the data. If they are satisfied, they will grant permission to start the clinical trial. And it will require almost 2 months, 30 to 60 days ആണ് യൂഷ്വലി അത് എടുക്കുക. ഒരു ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള IND അപ്ലിക്കേഷൻ FDA അല്ലെങ്കിൽ CBSCO എന്നൊക്കെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം 30 to 60 ഡേയ്സിൻ്റെ ഉള്ളിലാണ് ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡാറ്റൻ്റെ പെർമിഷൻ കിട്ടുക. ഓക്കെ, now let's see what are the different classification of IND application. So first classification is based on the purpose of IND application, whether they are intended for commercial purpose or not for commercial purpose. അതിനനുസരിച്ച് commercial in IND application, non commercial അല്ലെങ്കിൽ research IND application. പേര് പറയുന്ന പോലെ തന്നെ commercial എന്ന് പറയുന്ന സമയത്ത് of course there will be a sponsor who want to collect the data on the clinical safety and effectiveness, and this investigation is for marketing that form of drug. Okay, ഇയാൾ ഈ IND അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇയാൾ റിസർച്ച് നടത്തി കണ്ടെത്തിയ സാധനം മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുക, കൊമേഴ്ഷ്യൽ ആയിട്ട് അതിനെ യൂസ് ചെയ്യുക എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. There are some kind of IND application that is done for purely research purpose. കാരണം ചില ഡ്രഗ്സുകൾ പലപ്പോഴും മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടാത്തതോ അല്ലെങ്കിൽ അതിൻ്റെ നോവാലിറ്റി അതിനേക്കാളും വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡോസേജ് ഫോം ഈസി ആയിട്ട് അവൈലബിളും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഡോസേജ് ഫോം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റിസർച്ച് നടത്തിയത് കൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും പലപ്പോഴും ചില സാധനങ്ങളുടെ ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ട് എഫിക്കസ് ആണോ സേഫ് ആണോ എന്നുള്ളത് നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ നടത്തുന്ന ഡാറ്റ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അപ്ലിക്കേഷനാണ് റിസർച്ച് അല്ലെങ്കിൽ നോൺ കൊമേഴ്ഷ്യൽ IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. Now another type of IND application, investigator IND application, emergency use IND application, treatment IND application, screening IND application. So first one is investigator IND application. So as the name indicate, investigator കൊടുക്കുന്ന സബ്മിറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ട്രയൽ യൂഷ്വലി പെർഫോം ചെയ്യാൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും യൂസ് ചെയ്യേണ്ടി വരിക ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർമാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർ നേരിട്ട് കൊടുക്കുന്ന അപ്ലിക്കേഷനാണ് ഇൻവെസ്റ്റിഗേറ്റർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അണ്ടർ ഹൂസ് ഇമ്മീഡിയറ്റ് ഡയറക്ഷൻ ഇൻവെസ്റ്റിഗേഷണൽ ഡ്രഗ് ഈസ് അഡ്മിനിസ്റ്റേർഡ് ഓർ ഡിസ്പെൻസ്ഡ്. അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഇതിലാണ് ഡയറക്ഷനിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും ഡിസ്പെൻസ് ചെയ്യുന്നതും. ഓക്കെ, സോ വാട്ട് കൈൻഡ് ഓഫ് ഡ്രഗ് ക്യാൻ ബി ഡൺ ഗോ ഫോർ ദിസ് IND അപ്ലിക്കേഷൻ? സാധാരണഗതിയിൽ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ ആൻ അൺഅപ്രൂവ്ഡ് ഡ്രഗ്, ഓൾറെഡി മാർക്കറ്റിൽ ഇല്ലാതെ അപ്രൂവ് ചെയ്യാത്ത ഡ്രഗിന് വേണ്ടിയിട്ടായിരിക്കാം. ഓർ IND അപ്ലിക്കേഷൻ മേ ബി ഫോർ ആൻ അപ്രൂവ്ഡ് ഡ്രഗ് ഫോർ ന്യൂ ഇൻഡിക്കേഷൻ. നമ്മൾ പലപ്പോഴും പല ഡ്രഗിന്റെ എഫക്റ്റ് പഠിക്കുന്ന സമയത്ത് ചില ഡ്രഗ്സിന് ഓഫ് ലാബൽ യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പഠിക്കാറുണ്ട്. ഈ ഓഫ് ലാബൽ യൂസിനാണെങ്കിൽ പോലും ആ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. മിനോക്സിഡിൽ എന്ന് പറയുന്ന ഡ്രഗ് ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള ഡ്രഗാണ്. ഓക്കെ, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മിനോക്സിഡിൽ ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. അതിൻ്റെ ഒരു ഓഫ് ലാബൽ യൂസ് ആണ് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെയർ ഓയിലൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ളത്. സോ മിനോക്സിഡിൽ ആന്റി ഹൈപ്പർടെൻസീവ് ആക്ഷന് വേണ്ടിയിട്ട് ഓൾറെഡി ക്ലിനിക്കലി അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും വേറൊരു ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ട് അത്
ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന എഫക്റ്റ് സേഫ് ആണ്, എഫിക്കസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സമയത്ത് അതിനു വേണ്ടിയിട്ട് ക്ലിനിക്കൽ ട്രയൽ നടത്തേണ്ടി വരും. ദെൻ അപ്രൂവ്ഡ് ഡ്രഗ് ഫോർ എ ന്യൂ പേഷ്യൻറ്റ് പോപ്പുലേഷൻ. ഇപ്പോൾ ചില ഡ്രഗ്സുകൾ ചിലപ്പോൾ നമ്മൾ പീഡിയാട്രിക് ഡോസ് മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാവുക ചിലപ്പോൾ പീഡിയാട്രിക് ഡോസിൽ മാത്രമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ജെറിയാട്രിക് ഡോസിൽ മാത്രമായിരിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രഗിന്റെ വേറൊരു പോപ്പുലേഷൻ, ഒന്നൊക്കെ പീഡിയാട്രിക്കിന് യൂസ് ചെയ്യേണ്ട ഡോസ് കണ്ടെത്താൻ, അല്ലെങ്കിൽ ജെറിയാട്രിക്കിന് യൂസ് ചെയ്യാൻ, പീഡിയാട്രിക് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാനുള്ള ഡോസ് കണ്ടെത്താൻ വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ ഓൾഡർ ഏജിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോസ് കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് അപ്ലൈ ചെയ്യുന്ന IND application ആണ് ഇൻവെസ്റ്റിഗേറ്റർ IND application. Next one is emergency use IND application. So these are the application allow FDA to authorize the use of an experimental drug in an emergency situation that does not allow time for submission for IND application. ഇപ്പോൾ ഒരു പാൻഡമിക് വന്നു, ചില സമയത്ത് ഒരു പാൻഡമിക് വന്നു. ആ പാൻഡമിക്കിന് മാർക്കറ്റിൽ ഇതേവരെ അപ്രൂവ് ചെയ്ത ഒരു ഡ്രഗും ട്രീറ്റ്മെന്റ് അല്ല, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ ബെനിഫിഷ്യൽ അല്ല. ആ സമയത്ത് പ്രീ ക്ലിനിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പുതിയ ഡ്രഗ് പ്രീ ക്ലിനിക്കലി അത് എഫക്റ്റീവ് ആണ്, സേഫ് ആണെന്ന് പ്രൂവ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡ്രഗാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഡ്രഗിന് പെട്ടെന്ന് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്, എമർജൻസി ആയിട്ട് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്, അപ്രൂവൽ ഇൻ ദ സെൻസ് ക്ലിനിക്കൽ ട്രയൽ കിട്ടാൻ വേണ്ടി ഉദ്ദേശിച്ചത് ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്ലിക്കേഷൻ ആണ് എമർജൻസി യൂസ്ഡ് അപ്ലിക്കേഷൻ, IND അപ്ലിക്കേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ട്രീറ്റ്മെന്റ് IND അപ്ലിക്കേഷൻ. സോ ഇതും എക്സ്പെരിമെന്റൽ ഡ്രഗ് ആണ്. ബട്ട് ചില സമയങ്ങളിൽ ചില സീരിയസ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷന് വേണ്ടി സീക്ക് ചെയ്യുന്നതാണ് ട്രീറ്റ്മെന്റ് IND അപ്ലിക്കേഷൻ. ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ആൾ മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയത്ത് അപ്രൂവ് ചെയ്യാത്തൊരു ഡ്രഗും യൂഷ്വലി കൊടുക്കാൻ നമുക്ക് പെർമിറ്റ് ഇല്ല, അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാത്തതാണ്, ഒഫൻസീവ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിസ്ക് എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിചാരിക്കാം, അങ്ങനത്തെ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് IND അപ്ലിക്കേഷൻ, അതും ഓൾറെഡി പറഞ്ഞു, പ്രീ ക്ലിനിക്കൽ ഡാറ്റ നമ്മളെ കയ്യിലുണ്ടാവണം, സേഫ് ആണ്, എഫിക്കസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ നമ്മളെ കയ്യിലുണ്ടാവണം. ആ സമയത്ത് മാർക്കറ്റ് ചെയ്യാൻ അപ്രൂവൽ ഇല്ലാത്ത ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ അപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് ട്രീറ്റ്മെന്റ് IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര സീരിയസ് ആണെന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ ഫേസ് 3യിലുള്ള ഡ്രഗ്സുകൾ മാത്രമാണ് ഹ്യൂമൻ പോപ്പുലേഷനിൽ, ഡിസീസ്ഡ് പോപ്പുലേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ ഉള്ളൂ. ഫേസ് 3 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡ്രഗ്സിന് മാത്രമാണ് അതിനുള്ളത്. പക്ഷെ ചില സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ അതിനേക്കാളും പെട്ടെന്ന് യൂസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന IND അപ്ലിക്കേഷൻ ആണ് ട്രീറ്റ്മെന്റ് IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ക്രീനിങ് IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സ്ക്രീനിങ് IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജിൽ പറഞ്ഞു, ഇനീഷ്യൽ സ്ക്രീനിങ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 2000 കോമ്പൗണ്ടുകളൊക്കെ ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്ക്രീൻ ചെയ്തെടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളായിരിക്കും. നമുക്ക് അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് സ്ക്രീൻ ചെയ്തെടുക്കാൻ പ്രീ ക്ലിനിക്കൽ സ്റ്റഡി നടത്തി കഴിഞ്ഞ് അതിൻ്റെ ഡാറ്റ വെച്ചിട്ട് ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഒരേ ഡ്രഗിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആയിരിക്കും, ചിലത് സാൾട്ട് ആയിരിക്കും, ചിലത് എസ്റ്റർ ഫോം ആയിരിക്കാം, അങ്ങനെയുള്ള പല ഡെറിവേറ്റീവിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ട് ക്ലിനിക്കൽ ട്രയൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് സ്ക്രീനിങ് IND അപ്ലിക്കേഷൻ. സെയിം ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഡിഫറെൻറ്റ് ഫോമാണ്. ഓക്കെ, അപ്പോൾ അതിലേതാണ് ബെസ്റ്റ് എന്ന് സ്ക്രീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രിഫേർഡ് കോമ്പൗണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് സ്ക്രീനിങ് IND അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IND അപ്ലിക്കേഷൻ.
നൗ സ്ക്രീനിങ്, റിവ്യൂ ആൻഡ് റിപ്പോർട്ട് ഓഫ് IND ആപ്ലിക്കേഷൻ. നമ്മളൊരു IND ആപ്ലിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? സോ വാട്ട് ആർ ദ പ്രോസസ് വിച്ച് വിൽ ഹാപ്പൻ ഇൻ FDA or CDSCO? CDSCO പിന്നെ എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. So they will review for the safety to assure the result subject will not be subjected to unreasonable risk. അൺറീസണബിൾ ആയിട്ടുള്ള ഒരു റിസ്ക് ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അത് നടത്തുന്ന പ്രോസസ്സിനെയാണ് റിവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ they will review for the evaluator will review for different factors like medical review, chemistry review, pharmacological or toxicological review, statistical analysis and safety review. These are the different types of review which they will evaluate. So this is an overall flow chart of an IND application. So the applicant or drug sponsor will apply for investigational new drug application. So there is a branch of, or there is a division of FDA which is known as CDER, Center for Drug Evaluation and Research. So they are going to review the IND application for the medical aspects. So that will included with the physicians, registered medical practitioner. They will review for their chemistry part with the help of chemistry scientists or especially pharmaceutical chemistry ആ രീതിയിൽ റിസർച്ച് നടത്തുന്ന ആൾക്കാർ. Then they will review for their pharmacological aspects of animal study and toxicity study, and they will review for their statistical. Why the statistics is important? So അനിമൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ അനിമലിൽ സ്റ്റഡി നടത്തിയാൽ മതിയാവില്ല. ഒരു മിനിമം നമ്പർ ഓഫ് പോപ്പുലേഷൻ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. So we have to use some statistics to know the effect of enhancing the number of animals. നമ്മളൊരു 10 അല്ലെങ്കിൽ സപ്പോസ് ഒരു 50 അനിമലിനെ യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ 50 അനിമലിന് യൂസ് ചെയ്ത ഡാറ്റനെ നമ്മൾ അതിന് ഡാറ്റ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്തിന്? ഒരു വലിയ പോപ്പുലേഷനിലും നമ്മൾ ഈ അനിമൽ സ്റ്റഡി ഇതേപോലെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ ഡാറ്റയിൽ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസുകളൊക്കെ നടത്താനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ആസ്പെക്ട്സിലും റിവ്യൂ നടത്തിയതിനു ശേഷം we will go for an safety review. Okay, safety review, while looking for the safety, they have two options. Either അവർക്ക് സേഫ്റ്റി ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കിട്ടാം, അല്ലെങ്കിൽ നോ എന്നുള്ള റിപ്പോർട്ട് കിട്ടാം. If it is yes, they have to complete the review, complete process review ചെയ്യും. റിവ്യൂ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. പ്രത്യേകിച്ച് ഡെഫിഷ്യൻസി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് IND ആപ്ലിക്കേഷൻ കൊടുക്കും. ഓക്കെ, അതല്ല ഈ സമയത്ത് നോ ആണ് ആൻസർ കിട്ടിയെന്നുണ്ടെങ്കിൽ, സേഫ്റ്റി ഇഷ്യൂ നോക്കുന്ന സമയത്ത് നോ ആണ് ആൻസർ കിട്ടിയെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഡിസിഷൻ തന്നെ അവർ ഹോൾഡ് ചെയ്യും. അത് അവർ സ്പോൺസറെ നോട്ടിഫൈ ചെയ്യും. സ്പോൺസറെ നോട്ടിഫൈ ചെയ്യുന്ന സമയത്ത് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. റീസബ്മിറ്റ് ചെയ്ത് അഗെയിൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. വീണ്ടും അവർക്ക് അത് റിവ്യൂ ഒക്കെ വന്നതിന് ശേഷം അത് യെസ് ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം, നോ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ ഈ പറഞ്ഞ പ്രൊസീജിയർ വീണ്ടും ഹോൾഡ് ചെയ്യും, അവർക്ക് റിവ്യൂവിന് അവസരം കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് റിവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ, റിവ്യൂ അക്സെപ്റ്റബിൾ ആണെങ്കിൽ സ്പോൺസറെ എന്തെങ്കിലും ഡെഫിഷ്യൻസി, ചില സമയത്ത് കുറച്ച് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് ആ ഡെഫിഷ്യൻസി റെക്ടിഫൈ ചെയ്യണം എന്നുള്ള ഇൻഫോർമേഷൻ കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ അപ്രൂവബിൾ എന്നുള്ള രീതിയിൽ അപ്രൂവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി റെക്ടിഫൈ ചെയ്ത് അപ്രൂവൽ കിട്ടുന്ന പ്രോസസ് ആണല്ലോ. അപ്പോൾ അവർക്ക് ആ റെക്ടിഫൈ ചെയ്തിട്ട് അവർക്ക് സ്റ്റഡിയിലോട്ട് പോവാം, സ്റ്റഡി ഓൺഗോയിങ്ങിലോട്ട് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അവര് നോ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ഈ കംപ്ലീറ്റ് സേഫ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു റിവ്യൂ അക്സെപ്റ്റബിൾ ആണോ അല്ലേ ഒരു ഡിസിഷനിലോട്ട് പോകുന്നുള്ളൂ. സേഫ് അല്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സ്പോൺസറെ നോട്ടിഫൈ ചെയ്യുന്നുണ്ട്, അവരടുത്ത് ഡാറ്റ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അത്രയും സേഫ് ആണെന്നുള്ള യെസ് വന്നതിന് ശേഷം മാത്രമാണ് ഇവർക്ക് റിവ്യൂ യെസ് ആണോ നോ ആണോ എന്നുള്ളതിനുള്ള ഒരു ഓപ്ഷൻ. നോ ആണെന്നുണ്ടെങ്കിൽ അത് സ്പോൺസറെ നോട്ടിഫൈ ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് അവർക്ക് സ്റ്റഡി
ഓൺ ഗോയിങ്ങിലോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ റിവ്യൂ ആൻഡ് റിപ്പോർട്ട് ഓഫ് IND ആപ്ലിക്കേഷൻ. അപ്പൊ ഇതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, IND ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോർഷനിൽ. അപ്പോൾ എന്താണ് IND ആപ്ലിക്കേഷൻ എന്നുള്ളതും എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IND ആപ്ലിക്കേഷൻ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. 2 മാർക്കിന് IND ആപ്ലിക്കേഷൻ 2 മാർക്കിനും ടൈപ്സ് ഓഫ് IND ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കും.